ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല തണുപ്പുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. തണുപ്പ് കൊണ്ട് തന്നെ നമ്മുടെ എണ്ണ കുപ്പിയൊക്കെ നല്ല പോലെ ഉറക്കത്തിലാണ്. ഇത് നമ്മൾ അടുക്കളയിൽ പുതിയതായി വന്നിട്ടുള്ള അതിഥിയാണ് കേട്ടോ. അപ്പം എന്നാൽ ഇന്ന് ഈ അതിഥിനെ കൊണ്ട് തന്നെ ആവാം ഉദ്ഘാടനം എന്ന് വിചാരിച്ച് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ വെല്ലം പറിച്ചെടുത്തിട്ട് ഞാനിനി ചട്ടിയിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ചട്ടിയിലിട്ടിട്ട് നമ്മൾ എണ്ണ പുരട്ടിയെടുക്കുമല്ലോ. അപ്പം ആ ഒരു ചൂട് വരുമ്പോൾ പിന്നെ തീക്കിടുമ്പോൾ ഇതിലുള്ള എണ്ണയും ഒന്ന് ഒഴുകി വരും എന്നതാണ് എൻ്റെ പ്രതീക്ഷ കേട്ടോ. അപ്പം ഞാൻ ചട്ടിയിലിട്ടൊരു 3-4 തിരിയൊക്കെ തിരിച്ചതാ ഇതിലിട്ടപ്പോൾ ആ ഒരു ബ്രഷിൻ്റെ ചൂടുകൊണ്ട് മെല്ലെ മെല്ലെ എണ്ണ ഉരുകി തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പം എന്താ മെല്ലെ നമുക്ക് ഗോതമ്പ് ദോശ ചുട്ടെടുത്താലോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ബ്രഷിനെ പറ്റി പറഞ്ഞപ്പോഴേ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ബ്രഷ് ഒരൊറ്റ യൂസ് കൊണ്ട് പൊട്ടിപ്പോയി, പിന്നെ ഈ ആ ബ്രഷ് ഇട്ടേക്കണ പാത്രം ചിളങ്ങി പിളുങ്ങി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു ദിവസം യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഞാനും പറഞ്ഞുതരാം കേട്ടോ. മുമ്പ് ഞാൻ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ അപ്പം ചുട്ടപ്പോൾ ഞാൻ ഈ ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ടേന്. അപ്പോൾ ഈ ബ്രഷ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒറ്റ യൂസ് കൊണ്ട് പൊട്ടിപ്പോരുന്നുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ബ്രഷ് ഉണ്ടല്ലോ, നമ്മൾ ഈ റഫ് യൂസിനൊന്നും പറ്റൂല. ഞാനിപ്പോൾ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിലിട്ടിട്ട് ചൂടാക്കുകയാണല്ലോ ഇട്ടിട്ട് ഇതാ ഈ കണ്ടോ, ഒരൊറ്റ തേപ്പിനൊന്നും നിർത്തൂല. 3-4 തേപ്പോട് തേപ്പാണ്. കുറച്ച് വിശ്വാസം കൂടുതലാണ്. അപ്പോൾ ആ ചട്ടിയിൽ ഡയറക്റ്റായിട്ടിട്ട് ചൂടാക്കില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ആ ബ്രഷ് പൊട്ടിപ്പോരുന്നതും ഉരുകുന്നതും ഒക്കെ. അപ്പോൾ ഇന്നും കൂടി ആ ഒരു മണ്ടത്തരം ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ ബ്രഷ് കൊണ്ട് നമുക്ക് വേറെയും പല ഉപകാരങ്ങളുണ്ട്. നമുക്ക് ഇനി ചപ്പാത്തിൻ്റെ മുകളിലോ ബ്രെഡിൻ്റെ മുകളിലോ ഒക്കെ തേച്ചെടുക്കാനോ ഓവണിൽ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എഗ്ഗ് ആക്കി കൊടുക്കാനോ ഒക്കെ പല വിധത്തിൽ പറ്റും കേട്ടോ. കേക്കിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പൊക്കെ ആക്കി കൊടുക്കാനൊക്കെ യൂസ് ചെയ്യാമല്ലോ. അപ്പം ഡയറക്റ്റായിട്ട് ചട്ടിയിലിട്ട് ചൂടാക്കുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ ആ ബ്രഷ് പൊട്ടിപ്പോരുന്ന പ്രശ്നം ഉള്ളത് കേട്ടോ. അപ്പോൾ ആ പ്രശ്നം എനിക്കും വന്നപ്പോഴാണ്, എനിക്ക് 2ാമത്തെ പ്രാവശ്യം യൂസ് ചെയ്തപ്പോഴാണ് അതിൻ്റെ കാര്യം തിരിഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ അപ്പം ഓരോന്നോരോന്നായിട്ട് ആയി വരുന്നതിൻ്റെ ആ ഒരു അടിയിലുള്ള സമയത്ത് ഇവിടെ ഒന്ന് വന്ന് തൊള്ളയും കാട്ടി ഇങ്ങനെ നിന്നതാണ് കേട്ടോ. നമ്മുടെ രാവിലെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു പോസിറ്റിവിറ്റി കിട്ടാത്ത പോലെയാണ് കേട്ടോ. നമ്മൾ ആ പ്രകൃതിയിലുള്ള കിളികളെ ഒച്ചിമുളിയും ഒക്കെ ഒരു ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്തിങ്ങനെ പ്രകൃതിക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബൊക്കെ അന്നൊക്കെ ഇല്ല, പോസിറ്റീവ് എനർജിയൊക്കെ അങ്ങനെ കിട്ടും. നമ്മുടെ ഗോതമ്പ് ദോശയിൽ മുട്ട ചേർക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് എടുത്തത്. മുട്ട ചേർക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടും. പക്ഷേ ഇപ്പോൾ നീക്കുട്ടിക്ക് മുട്ടയൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മുട്ടയൊന്നും ചേർക്കലില്ല കേട്ടോ. പിന്നെ ഞാൻ കാണിച്ച ഈ ഓയിൽ ബ്രഷില്ലേ, അത് മീഷോയിൽ 135 ആ ഒരു റേറ്റൊക്കെയാണ് കേട്ടോ കാണുന്നത്. പക്ഷേ ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോൾ 115 ആയത്. ഇരുട്ടത്ത് എന്താ അപ്പം ഇതിങ്ങനെ തിളങ്ങണത് എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വന്നു നോക്കിയതാണ്. അപ്പോഴാണ് നീയക്കുട്ടീൻ്റെ ബണ്ണാണെന്ന് മനസ്സിലായത് കേട്ടോ. ഞാൻ വിചാരിച്ചു വല്ല സ്വർണ്ണമോ വജ്രമോ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കണേൻ്റെ അടിയിൽ കൂടെ തന്നെ നമ്മുടെ ദോശ ചുടൽ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. മുട്ട ചേർക്കാത്തതിൻ്റെ എഫക്റ്റാണ്. നല്ലോണം ചട്ടിയിലിട്ട് കുത്തിയിട്ട് വേണം ഓരോ ദോശയും എടുക്കാൻ. പിന്നെ ഓയിൽ ബ്രഷിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, വാങ്ങണോലൊക്കെ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയൊരു സംഗതി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് വാങ്ങിയിട്ടുണ്ടതിന് ഒരു സാധനമാണ് കേട്ടോ. ഇത് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്ത് ഇതേപോലെ ചൂലൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ചൂലിൻ്റെ കാലിന് കുറച്ചൊരു തടിമാടനായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുന്നുണ്ടായില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഞാൻ വേറെ വല്ല പേനയോ പിന്നെ അതേപോലെ ഗ്യാസിൻ്റെ ലൈറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ പറ്റും. നമ്മുടെ വണ്ണല്ലാത്ത ചൂലിൻ്റെ കാലൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ ഇടയിൽ കയറ്റി വെക്കാനും എടുക്കാനും ഈസി ആയിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ചുമരില്ലാത്തത് കൊണ്ട് അവിടെ വാതിൽമേലാണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കുറേയൊന്നും വാങ്ങിയിട്ട് വെക്കാൻ സ്ഥലമില്ലല്ലോ. അപ്പോൾ പിന്നെ ഒന്ന് മതി എന്ന് വിചാരിച്ച് ഞാനിവിടെ വാതിൽമ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിലക്കുറവിൽ ഈ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിച്ച ആ ആ ഒരു ഓൺലൈൻ സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ വാങ്ങിക്കാം. അന്നും നല്ല തണുപ്പുള്ള ദിവസേനു കേട്ടോ. നല്ല തണുപ്പാണെങ്കിലും കോഴിയമ്മയും കുട്ടികളും രാവിലെ തന്നെ അവരുടെ തീറ്റ തേടി ഇറങ്ങിയിരിക്കണം കേട്ടോ. മുറ്റം മൊത്തം അലമ്പായി കിടക്കണം കേട്ടോ. കാറ്റൊക്കെ അടിച്ച് ആകെ ഇലയും ഒക്കെ പറയിച്ച്. അപ്പോൾ ഇന്ന് നമുക്ക് മുറ്റടിച്ചു വരുന്ന ടാസ്കും കൂടി ഉണ്ട് കേട്ടോ ചെയ്യാൻ. പിന്നെ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ തന്നെ നമ്മുടെ ഉച്ചക്കൊക്കെയുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ പരിപ്പും വെള്ളരിക്കും ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വെള്ളരിക്കൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് ചെത്തി ഒന്ന് റെഡിയാക്കി എടുക്കണം കൂടി ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. ഒരു പപ്പായ മരം പൊളിഞ്ഞാടിയിട്ടുണ്ടേനി കേട്ടോ ഇന്നലെ. അപ്പം അതിന്മേൽ ഞാൻ 2 പപ്പായയാണ് എടുത്തത്. ഒന്ന് ഉപ്പേരി വെക്കാനും ഒന്ന് പിന്നെ അജു അത് കണ്ടപ്പോൾ മുതൽ ഒന്ന് ഉപ്പിലിട്ടരോ എന്ന് ചോദിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്നാൽ ഒന്ന് ഓനക്കും വേണ്ടിയിട്ട് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. ഉപ്പേരി ഉണ്ടാക്കിയ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം വളമൊന്നും കൊടുക്കാതെ ഉണ്ടാക്കുന്ന സാധനമല്ലേ, തന്നെത്താനെ ഉണ്ടാക്കി വരുന്നതാണല്ലോ, വിഷാംശങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ പിന്നെ ഞാൻ ഇതെങ്ങനെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഞാൻ കുറേ സോപ്പിട്ട് കണ്ടൊക്കെ മക്കളെ കൊണ്ട് തീറ്റിക്കൂട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മുടെ ദോശ കുത്തിക്കുഴക്കൽ അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടിക്ക് പ്രത്യേകിച്ച് പച്ചക്കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഞാൻ പച്ചക്കറികളൊക്കെ കഴിച്ചാൽ കുറേ സൗന്ദര്യം ഉണ്ടാവും, കുറേ മുടി ഉണ്ടാവും, കുറേ നഖമുണ്ടാവും, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പലവിധ നുണകൾ എൻ്റെ വക കുറച്ച് കൂട്ടും ചെയ്യും. കുറച്ചൊക്കെ ഉള്ളതും കൂട്ടിയിട്ട് അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് കഴിപ്പിക്കലാണ് കേട്ടോ ഓലെ കൊണ്ട്. പപ്പായൊക്കെ ഒന്ന് വെട്ടി വൃത്തി ക്ലീൻ ആക്കിയപ്പോഴത്തേന് നിലൊക്കെ ആകെ പരന്നിക്കണം കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. അപ്പോൾ അതാ ഞാൻ അരിഞ്ഞെടുത്തുക്കണം കേട്ടോ. ഉപ്പേരിക്കുള്ളത് വേറെയും പിന്നെ ഉപ്പിലിടാനുള്ളത് വേറെ അരിഞ്ഞെടുത്തുക്കണം കേട്ടോ. ഉപ്പേരിക്കുള്ളത് ഞാനിതാ ഈ ഒരു രീതിക്കാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഉപ്പിലിടാനുള്ളത് ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്ത് ഇവിടെ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. നീയക്കുട്ടിനെ കാണാതെ വേണം അതൊക്കെ ഒന്ന് ഉപ്പിലിട്ട് സെറ്റാക്കി വെക്കാൻ. ഒക്കെ അതൊന്നും കൊടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഇതാ ഞാനിവിടെ അത് നീളത്തിന് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. ഇതുപോലെ മദ്രസ്കോ ഒക്കെ പറഞ്ഞതിന് ശേഷം ഈ പരിപാടികളൊക്കെ നടക്കുള്ളൂ കേട്ടോ. 2 ദിവസമായിട്ട് നല്ല കാറ്റേനി കേട്ടോ. അതുകൊണ്ട് തന്നെ മുറ്റടിച്ച് വരാൻ അത്യാവശ്യം നല്ലോണം ഉണ്ടേനി കേട്ടോ. പിന്നെ ഇങ്ങനെ വീഡിയോയിൽ കണ്ടെന്ന് വെച്ചാൽ ഞാനതൊരു ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് എടുത്തതേനി കേട്ടോ. മുറ്റടിച്ച് വരണേ ഞാൻ ലോങ് വീഡിയോക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2 ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഫോണിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കലേ നമ്മളെ കൊണ്ട് നടക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മുറ്റടിച്ച് വരണ റെഡി ആകുന്നുണ്ടോ നോക്കാൻ നമ്മളെ കാര്യസ്ഥൻ നമ്മളെ കൂടെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുറ്റടിച്ച് വരൽ കഴിഞ്ഞ് വന്ന് വേഗം തീയൊക്കെ പിടിപ്പിച്ച് നമ്മുടെ അരി തീമടാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച് കഞ്ഞിയൊക്കെ വെന്തതിന് ശേഷം അടുപ്പത്ത് തന്നെ ഉപ്പേരി ഉണ്ടാക്കാം എന്ന് കരുതിയിട്ടാണ് രാവിലെ തന്നെ അരിഞ്ഞൊക്കെ വെച്ചത് കേട്ടോ. പക്ഷേ മുറ്റടിച്ച് വരാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായതുകൊണ്ട് മുറ്റടിച്ച് വരി വന്നപ്പോഴത്തേനും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഉപ്പേരി അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് കരുതി. അത് ആയി വരുമ്പോഴേക്കും പിന്നെ എല്ലാവർക്കും വിശന്ന് തുടങ്ങുമല്ലോ. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് ഞാൻ ഒന്നൊന്ന് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാൻ സ്പൂൺ എടുക്കാൻ പോയതാണ് കേട്ടോ. അതാണ് ഞാൻ ആ വൈക്ക് കാണാത്തത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചില്ല ആവശ്യമായിക്കോട്ടെ, എന്തായാലും മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അരിഞ്ഞ് കഴുകി വെച്ച പപ്പായ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം സാധാരണ വെറും പച്ചമുളക് ഇട്ടിട്ട് അങ്ങനെ വേവിക്കുക, എന്നിട്ടൊന്ന് തൂമിച്ചെടുക്കുക, അല്ലെങ്കിൽ കടുക് ഇട്ട് കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യുക. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വെക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും കുറച്ചുകൂടി ഒന്ന് ഇഷ്ടത്തോടെ കഴിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രേ ഉള്ളൂ. മിക്സ് ചെയ്യുക.
അത് വേവിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അത്ര നല്ല ഉഷാറായിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോയിട്ടോ. അതുകൊണ്ട് ചെറുതായിട്ട് അടിയിൽ ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ, എന്നാലും ഉപ്പേരി നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാനിങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഓരോരോ അബദ്ധങ്ങളൊക്കെ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, ഉപ്പേരി രസേന് കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ഉച്ചച്ചോറൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് നമുക്ക് കുറച്ച് വിരുന്നാർ വന്നത് കേട്ടോ. പ്രത്യേകിച്ച് ആരുമല്ല, ഇമ്മിയും ആങ്ങളാരും നാത്തൂനും ഒക്കെ കൂടി ഇന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം വന്നുകൊണ്ട് ഓൽക്ക് ചോറൊന്നും കൊടുത്തില്ല, ചായയാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ആങ്ങളുടെ മോനാണ് കേട്ടോ, അസിലൂട്ടന്. ഓന് വന്നപ്പോഴേ ഉറങ്ങി എണീച്ചപ്പോൾ ആകെ അന്തം വിട്ടിക്കണം കേട്ടോ. എവിടെയാ എത്തിയത് എന്നുള്ള അന്തം വിടലിലാണ് ഓന്. അപ്പോൾ ഓല് വന്നത് ഇടയ്ക്കര പാട്ട് നടക്കുന്നുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് പോകല്ലേ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ വന്ന സമയത്ത് സെനുവിന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പനി ഉണ്ടേനി. അതുകൊണ്ട് എനിക്കും സെനുവിനും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം അജും നിയമോളും മാത്രമാണ് ഓലെ കൂടെ പാട്ടിന് പോയിട്ടുണ്ടായിനിയത്. കെട്ടിക്ക അമ്മ ഒന്ന് കെട്ടി കൊടുത്താണേ ആ വള്ളി ഞാൻ ടോക്കാണി അത് കാലുമക്കൂടെ വലിച്ചു. താത്ത കുട്ടിയുണ്ട് കേട്ടോ. താത്ത കുട്ടീനെയും കൊണ്ടേക്കട്ടോ. താത്ത മേ ബുഗും ടാറ്റ 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 അണിച്ചടിക്ക. ടാറ്റ അണിച്ച അസിലോ ടാറ്റ ഇറക്കി കൊടുക്ക. ചളിയിൽ ഇറങ്ങാനയക്കല്ലേ. അങ്ങനെ ഓല് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. അപ്പൊ ആ സമയത്ത് സെനുക്കുട്ടൻ ഇങ്ങനെ പോകാൻ മുട്ടെത്തി മുറ്റത്ത് എത്തിയിട്ടുണ്ടേനി കേട്ടോ. ഓലെ കൂടെ പോണം എന്നൊക്കെയുള്ള ആ ഒരു ഇതില്. പിന്നെ ഇതാണ് ഇഞ്ച വലിയ കുഞ്ഞാങ്ങളട്ടോ. അപ്പൊ ഓനെ വീഡിയോയിൽ കാണിച്ചണ്ടെന്ന് പറഞ്ഞാണ്ടാണ് കുപ്പായം ഒരു തലയിൽ ഇട്ടുകാണ്ട് പോണത് കേട്ടോ. അപ്പൊ നിങ്ങൾ ആരും മോനെ മുഖം കണ്ടതുമില്ലല്ലോ. ഫോട്ടോ വിടുവേണ്ടി ഫോട്ടോ വിടുവേണ്ടി. അങ്ങനെ ഓലെല്ലാരും പാട്ടിന് പോയിട്ടോ. നിയമോക്കും വജുവിനൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. കുട്ടിക്ക് പിന്നെ ഉമ്മച്ചി പോന്നൂടേനും ഉമ്മച്ചിക്ക് പോരേനി എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഭയങ്കര ഒരു ഇടങ്ങേറുണ്ടേനി കേട്ടോ. അപ്പൊ ഓല് പോയി കഴിഞ്ഞപ്പോ പിന്നെ സിനിമ ഏതാ തല പോയൊരു കാറായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണുണ്ടോ. പോയ സമയത്ത് ചെറുതായിട്ടൊന്ന് കരഞ്ഞെങ്കിലും പിന്നെ അങ്ങനെ അതിനെ ചുറ്റിപ്പറ്റി കുറേ സമയം കരയാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ആള്. അതിനെപ്പറ്റി ഇപ്പൊ വലിയൊരു അന്തം ഇല്ലായിട്ട് അയക്കാരം. കുറച്ചും കൂടി കഴിയുമ്പോ കുടിയടക്കുമ്പോ ശരിയായിക്കോളും. ഇത് പിന്നെ ഓല് പോയപ്പോൾ എടുത്ത് എനിക്ക് വിട്ടുന്ന കുറച്ച് വീഡിയോസ് ആണ് കേട്ടോ. അപ്പം എല്ലാ പ്രാവശ്യവും ഇടയ്ക്കര പാട്ടും ഉണ്ടാവും, നിലമ്പൂർ പാട്ടും ഉണ്ടാവും. രണ്ടിടത്തും സെയിം ഈ സംഗതികളൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാകുക. ഊഞ്ഞാല്, മരണക്കിണർ, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ഇതുകള്, പിന്നെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ തന്നെ ഉണ്ടാകുള്ളൂ. പക്ഷെ എന്നാലും ഇടക്കിടക്കൊക്കെ ഒന്ന് പോയിട്ടില്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഗതികേടാണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ അടുത്ത മാസം ജനുവരിയിലാണ് കേട്ടോ നിലമ്പൂർ പാട്ട് വരിക. അപ്പൊ പോവാലോ എന്ന് വിചാരിച്ച് പിന്നെ അങ്ങോട്ട് പോവാത്തിന്റെ സങ്കടമൊക്കെ ഇങ്ങോട്ട് മാറി കിട്ടിട്ടോ. അപ്പൊ നീക്കുട്ടി ഇതാ ഈ സാധനത്തിലൊക്കെ കയറി. ഞാൻ അവളോട് പോയപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടീനോ വലിയ ഉടുപ്പിടണ്ടെന്നുള്ളത് കേട്ടോ. പക്ഷെ പറഞ്ഞ കേൾക്കാതെ അവൾക്കപ്പ തന്നെ ഇടണ്ടീനി കേട്ടോ. പിന്നെ തിരിച്ചു വന്നപ്പോ പറയാ, ഇമ്മച്ചി പറഞ്ഞത് കേട്ടാ മതിയേനി, ആ ഉടുപ്പിട്ടിട്ട് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടു അതിന് മുകൾക്ക് കയറാനെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓളെ കൂട്ടുകാരത്തി ഉണ്ടേനി ഓളെ കൂടെ, ഓള് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിട്ടോ. അവിടെ ചെന്നപ്പോഴാണ് ഓളെ കണ്ടത്. അപ്പോൾ ഓളാണ് പിന്നെ ഓളങ്ങോട്ട് കയറാനൊക്കെ ഹെൽപ്പ് ചെയ്തത്. ഉടുപ്പൊക്കെ തട്ടി തടഞ്ഞിട്ട് കയറാനൊക്കെ ഞാൻ ആകെ ബുദ്ധിമുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനു. അങ്ങനെ പിന്നെ ഓല് കുറച്ച് സമയം അവിടെ ഇവിടെയൊക്കെ കയറി കളിച്ച് ഒക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടേനി കേട്ടോ.
പിടിച്ചിങ്ങനെ കേറും എന്നിട്ട് ചാടി ചാടി പോകണം. എന്താടാ? നോക്കട്ടെ എന്താ നമ്മള് ഇത് സ്കൂൾക്ക് മദ്രസക്ക് അല്ല ഓയ് പിന്നെ വന്നതിന് ശേഷം ഫുള്ള് കഥ പറച്ചിലേനി കേട്ടോ. അവിടെ പോയതും കണ്ടതും എല്ലാം ഒരു സീരിയൽ കഥ പോലെ പിന്നെ എൻ്റെ മുന്നിൽ അങ്ങോട്ട് അവതരിപ്പിച്ച് തരുന്നു. പിന്നെ എനിക്ക് അവിടെ നിന്ന് പോയി വന്ന പോലത്തെ ഫീല് കിട്ടിട്ടോ. ഈ കുട്ടിയാണ് വിശദീകരണത്തിന് ഉഷാറാണ് കേട്ടോ. പക്ഷെ അച്ചു അത്രയ്ക്ക് അങ്ങോട്ട് വിശദീകരിച്ചൊന്നും പറഞ്ഞൊന്നും തരുമൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുമല്ലാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. ബൈ ബൈ.